ആക്ച്വലി +2 കഴിഞ്ഞ ടൈമിൽ തന്നെ കൊമേഴ്സിൻ്റെ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നേടിയെടുക്കുക എന്നുള്ളത് ഒരു വളരെ വലിയൊരു ambition ആയിരുന്നു. ആ ടൈമിൽ നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ CA അല്ലെങ്കിൽ ACCA അല്ലെങ്കിൽ CMA കോഴ്സസ് ആയിരുന്നു. അപ്പോൾ ഈ 3 കോഴ്സസിനെ കുറിച്ചും ജസ്റ്റ് ഒന്ന് റിസർച്ച് നടത്തിയ സമയത്ത്, അതായത് നമ്മൾ ഈ കോഴ്സസ് കംപ്ലീറ്റ് ചെയ്ത ഫ്രണ്ട്സ് അതുപോലെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ അടുത്ത് ഒരു അഭിപ്രായം ചോദിച്ച സമയത്ത് ACCA ആണ് കൂടുതൽ ഒരു സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ നമുക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി തരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എക്സാംസ് കൃത്യമായ ഒരു ടൈം പ്രഷറിനുള്ളിൽ തീർക്കണം എന്നൊരു കംപ്ലീഷൻ ക്രൈറ്റീരിയ ഒന്നുമില്ല. നമ്മൾ പഠിച്ച് തീരുന്ന മുറക്ക് നമുക്ക് എക്സാംസ് ഓരോന്നായിട്ട് അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു എക്സാംസ് പാസ്സായി കഴിഞ്ഞാൽ പിന്നീട് ആ പേപ്പറിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു പ്രശ്നവും വരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ACCA ചൂസ് ചെയ്യാൻ വേണ്ടി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. ACCA ചൂസ് ചെയ്തതിന് ശേഷം എൻ്റെ മുമ്പിൽ വന്നൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തിട്ടാണ് സത്യം പറഞ്ഞാൽ ഇലാൻസിലേക്ക് എത്തിപ്പെടുന്നത്. ഒരു ട്രയൽ ആൻഡ് എറർ ബേസിസിൽ ഇലാൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് പറ്റുന്നതാണെങ്കിൽ മുന്നോട്ടേക്ക് പോകാം എന്നുള്ള രീതിയിൽ ഒരു ഡിസിഷൻ ആ ടൈമിൽ എടുത്തു. ആദ്യമായിട്ട് ജോജോ സാറിൻ്റെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞ ക്ലാസ് ആയിരുന്നു ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു ഓഫ്ലൈൻ ബാച്ച്, കാലിക്കട്ട് ഓഫ്ലൈൻ ബാച്ച് ആയിരുന്നു. ഓഫ്ലൈൻ ബാച്ചിൽ വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ജോജോ സാറിൻ്റെ ക്ലാസ് എന്നെ വളരെ ഇൻസ്പയർ ചെയ്തു. മാത്രമല്ല ഇലാൻസിലെ ഒരു ലേണിംഗ് എൻവയൺമെൻറ്റ്, അതായത് 50 സ്റ്റുഡൻസ് മാത്രമേ നമ്മൾ ഒരു ക്ലാസ് റൂമിലുള്ളൂ. ഈ ഒരു 50 സ്റ്റുഡൻസ് ഉള്ള സമയത്ത് തന്നെ ഓരോ ടീച്ചേഴ്സിനും മാക്സിമം അറ്റൻഷൻ നമുക്ക് തരാൻ വേണ്ടി സാധിക്കും. ഓരോ സ്റ്റുഡൻസിനും മാക്സിമം അറ്റൻഷൻ തരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇലാൻസിലേക്ക് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു മേജർ ഫാക്ടർ. ഓരോ എക്സാംസ് കഴിയുന്ന സമയത്തും നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം എഫേർട്സ് ആ ഒരു പേപ്പറിലേക്ക് ഇടാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഒരു റാങ്ക് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാംസിലേക്ക് നമ്മളെ പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്ന എഫേർട്സ് ഇടും, മാക്സിമം മാർക്സ് ബാഗ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ അത് റാങ്കായി മാറുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റാങ്ക് അനൗൺസ്മെൻറ്റ് കുറച്ച് ഡിലേ ആയിട്ടായിരുന്നു വന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത ഈ ഒരു എഫേർട്സിന് അതിൻ്റെ റെക്കഗ്നിഷനായിട്ട് റാങ്ക് വന്നത് സത്യം പറഞ്ഞാൽ ഒരു സന്തോഷമുള്ള കാര്യമാണ്. ആക്ച്വലി ഒരു ദിവസത്തിൽ ഇത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു പീക്ക് ടൈം ഉണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പീക്ക് ടൈം എന്ന് പറയുന്നത് ഒരു ഈവനിങ് ടൈമാണ്. ആ സമയത്ത് കൂടുതൽ എഫേർട്സ് സ്പെൻഡ് ചെയ്യുക, കൂടുതൽ ടൈം സ്റ്റഡീസിലേക്ക് സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ എന്നുള്ള രീതിയിൽ കണക്കെടുത്ത് ഇതുവരെ പഠിച്ചിട്ടില്ല. നമ്മുടെ ACCA എക്സാംസ് ആക്ച്വലി മാർച്ച്, ജൂൺ, സെപ്റ്റംബർ അതുപോലെ ഡിസംബർ മന്ത്സിലാണ് എക്സാംസ് വരുന്നത്. ഇപ്പോൾ മാർച്ച് സെഷനിലേക്കാണ് ഞാൻ എക്സാം എഴുതുന്നതെങ്കിൽ ഞാൻ നമ്മുടെ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ ഒരു ചെറിയൊരു പ്ലാൻ ഉണ്ടാക്കും. അതായത് മാർച്ച് ഫസ്റ്റ് വീക്കായിരിക്കും എക്സാം വരുന്നത്. ഫെബ്രുവരി ഒരു 15th ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ സിലബസൊക്കെ ഒന്ന് കവർ ചെയ്യുക. അതിനുശേഷം 15th ശേഷം എക്സാം ഡേറ്റ് വരെ ഇൻറ്റൻസീവായിട്ട് നമ്മുടെ പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസും റിവിഷൻ കിറ്റും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതുവരെയുള്ള സബ്ജക്ട്സൊക്കെ ഫോളോ ചെയ്തത്. അതുപോലെ എക്സാംസിനോട് അടുക്കുന്ന ആ ഒരു ലാസ്റ്റ് വീക്കിൽ 2-3 മോക്ക് എക്സാംസൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഒരു കോൺഫിഡൻസ് കിട്ടാറുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത്. ഇതായിരുന്നു ഞാൻ ജനറലി ഫോളോ ചെയ്ത ഒരു സ്റ്റഡി പ്ലാൻ. ACCA പെർസ്യൂ ചെയ്യുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി നമ്മുടെ കരിയറിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ജേർണി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ACCA ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മുടെ മുമ്പിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടീസോ അല്ലെങ്കിൽ ഹാർഡ്ഷിപ്സോ ഒക്കെ വന്നേക്കാം. നമ്മൾ ഫ്രണ്ട്സുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ടൈമിൽ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ നമ്മൾ മറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ചൊരു സാക്രിഫൈസ് നമ്മൾ ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷേ എന്നാലും നമ്മുടെ എൻഡ് റിസൾട്ട് നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മളെ ഈ ഒരു ജേർണി ഫുൾഫിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു ഔട്ട്കം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരിക്കലും ഒരു ദിവസം ഇത്ര മണിക്കൂർ പഠിക്കണം അല്ലെങ്കിൽ ഒരു ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ACCA കാണേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴും നോക്കേണ്ടത് നമ്മുടെ പീക്ക് ടൈം എപ്പോഴാണ്, ഏത് സമയമാണ്, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് തോന്നുന്ന സമയം ഏതാണ്, അത് നമ്മൾ കണ്ടെത്തുക. അതിൽ നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക, കൂടുതൽ ഹവേഴ്സ് സ്പെൻഡ് ചെയ്യുക. അതിലൂടെയാണ് നമ്മൾ നല്ല നല്ല റിസൾട്ട്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മളൊരിക്കലും മറ്റൊരാൾ ഇത്ര മണിക്കൂർ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു 5-8 മണിക്കൂർ പഠിക്കണം എന്നുള്ളൊരു മുൻധാരണയോടുകൂടി നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്താണോ നല്ലതായി തോന്നുന്നത്, നമുക്ക് എന്താണോ ഈസി ആയിട്ട് തോന്നുന്നത് അത് ഫോളോ ചെയ്യുക. അത് അൾട്ടിമേറ്റ്ലി നമ്മൾ എന്താണോ നമ്മുടെ ഗോൾ അതിലേക്ക് നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും സാധിക്കും. റീസെൻ്റ്ലി ഇലാൻസിലെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിൻ്റെ ഒരു പാർട്ടാവാൻ സാധിച്ചു. അപ്പോൾ ഈ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിലൂടെ സ്റ്റുഡൻസിന് ഒരു എക്സ്ട്രാ ലെയർ ഓഫ് സപ്പോർട്ട് ഇലാൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഒരു മെൻറ്റർ എന്ന രീതിയിൽ നമ്മൾ സ്റ്റുഡൻസ് ആയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വരുത്തിയ മിസ്റ്റേക്സ് അല്ലെങ്കിൽ നമ്മൾ എവിടെയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താമായിരുന്നു ആ ഒരു ഏരിയയിൽ വരുത്താവുന്ന ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇലാൻസിൻ്റെ കേസിലാണെങ്കിൽ വേൾഡ് റാങ്ക് ഹോൾഡേഴ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള മെൻറ്റേഴ്സാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ കണ്ടിന്യൂസ് സപ്പോർട്ടും ഈ ഒരു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് തന്നെ സ്റ്റുഡൻസിന് 100% അച്ചീവ്മെൻറ്റ് കിട്ടും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജേർണി ACCA ജേർണി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.